ഞായറാഴ്ച മാത്രം കൊറിയർ ഇല്ല, ബാക്കി എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും അശ്വൻ കൊച്ച് വെബ്സൈറ്റിൽ നിന്നുള്ളതും പിന്നെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന അഡ്രസ്സുകളും എല്ലാം കൂടി ഇതുപോലെ പ്രിന്റ് എടുത്തിട്ട് ടേബിളിൽ ഇങ്ങനെ ഡേറ്റ് അനുസരിച്ച് നിരത്തി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആദ്യം കൊടുക്കേണ്ട ഏതാന്നൊക്കെയുള്ള അതിൽ നിന്നുള്ള ബിന്ദു ജോസഫ് ഈ 2 kg ആയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കാർട്ടൂണിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കാം. 2 kg കീ ഒക്കെ മേടിച്ചു വെച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതങ്ങനെ കേടാവില്ല, ഫ്രിഡ്ജിലൊന്നും വെക്കേ വേണ്ട, പുറമേ തന്നെ വെച്ചാൽ മതി. ഈ ഒന്നും ഒരിക്കലും കേടാവാത്ത സാധനമാണ്. അങ്ങനെ വെച്ചാൽ ആവശ്യത്തിന് മാത്രം ഓരോന്നോരോന്ന് എടുത്താൽ മതി. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യാൻ ഗീയൊക്കെ. ഇതുപോലെ നമുക്ക് പലതരം കാർട്ടൂണുകൾ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ 4 kg നന്നായിട്ട് പാക്ക് ചെയ്യണം, പൊട്ടിപ്പോകാതിരിക്കാനും അഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ. അപ്പൊ ഇതുപോലെ കാർട്ടൂൺ ആദ്യം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ ഒരു സൈഡെല്ലാം പ്ലാസ്റ്റർ ചുറ്റിയിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ഗീ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ലേബലും കൂടി ഒട്ടിച്ചിട്ട്, ലേബൽ മീൻസ് അഡ്രസ്സും കൂടി ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തിട്ട് DTDC കൊറിയർ വഴി അയക്കുന്നത്. പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഇങ്ങനെ പൗഡറുകളല്ലാതെ പേപ്പറുകളും അല്ലാതെ ഇങ്ങനത്തെ ഒന്നും ലോഷൻ ടൈപ്പുകളൊന്നും നമുക്ക് അയക്കാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറ്റത്തില്ല. DTDC വഴിയാണ് അയക്കാം. പോസ്റ്റ് ഓഫീസ് വഴി ബാക്കിയുള്ള ഇപ്പൊ കസ്തൂരി മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ളത് ഒക്കെ നമുക്ക് അയക്കാം. ക്രീമും ലോഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അയക്കാവുന്നതിൽ കുഴപ്പമില്ല. DTDC കൊറിയർ വഴിയാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലാം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പലവട്ടം നമ്മൾ നന്നായിട്ട് ചുറ്റി നല്ല ടൈറ്റ് ആക്കി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ വെയിറ്റും കൂടി നോക്കും. വെയിറ്റ് നോക്കി അതിൽ ഞാൻ എഴുതും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബുക്കുണ്ട്, ആ ബുക്കിലേക്കും കൂടി ഞാൻ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ അഡ്രസ്സിന്റെ മുകളിലും. അപ്പൊ ആ അഡ്രസ്സ് ആ നമ്പർ നോക്കിയിട്ട് അത് എത്ര kg വെയിറ്റ് ആണ് ഞാനിത് പാക്ക് ചെയ്തതെന്നുള്ളത് ഞാൻ ഇതിലേക്ക് നമ്മുടെ ബുക്കിലേക്കും കൂടി നോട്ട് ചെയ്യാം. അങ്ങനെ ഒരു 3 വട്ടത്തെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുനിന്ന് അങ്ങനെ തെറ്റി വരാന്, പിന്നെ എന്നാലും ചിലപ്പം അറിയാതെ ഞാൻ ഈ സ്ലിപ്പ് നോക്കി എടുക്കുമ്പോൾ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എന്നാലും നമുക്ക് വെയിറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓരോ കാർട്ടൂണും നമ്മളിങ്ങനെ എല്ലാം കാർട്ടൂണിലാക്കിയിട്ടല്ല കേട്ടോ വിടുന്നത്. പൗഡറുകളും അങ്ങനത്തെ, അതായത് കസ്തൂരി മഞ്ഞൾ അങ്ങനത്തെ ഒക്കെ മേടിക്കുമ്പോൾ ഞാൻ സാധാരണ പോലെയുള്ള പാക്കിംഗ് കവർ ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ഒക്കെ പാക്കിംഗ് കവർ പോലെയുള്ള പാക്കിംഗ് കവറുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതിനകത്താണ് വരുന്നത്. അല്ലാതെ ഇതുപോലെ പൊട്ടിപ്പോകാൻ ഇപ്പൊ കറി മഞ്ഞള്, കോഫി ക്യൂബ്സ്, അതുപോലെ ഗീ, അതുപോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള, ചെതറിപ്പോകാൻ സാധ്യതയുള്ള സംഗതികളൊക്കെയാണ് ഞാൻ ഇതുപോലെ കാർട്ടൂണിലാക്കിയിട്ട് വിടുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഒക്കെ നോട്ട് ചെയ്ത് ബാക്കിയെല്ലാം ബുക്കിലേക്ക് എഴുതി നമ്മൾ ഓരോന്നും ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊറിയർ ബാഗിലേക്ക്, ഇപ്പം ഞാൻ ബിഗ് ഷോപ്പറാണ്, അതുപോലെ വലിയ ബാഗ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാകുമ്പോൾ കുറച്ചും കൂടി സൗകര്യമാണ് എടുത്തിട്ട് പോകാൻ. അങ്ങനെ ഇപ്പൊ നമ്മൾ ബിഗ് ഷോപ്പറുകളിലേക്ക് ഇതുപോലെ അടുക്കി എടുത്ത് വെക്കും. അങ്ങനെയാണ് ഞാൻ എന്റെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷീജ മേനോൻ കലൂരിൽ നിന്നുള്ള നമ്മുടെ കസ്റ്റമർ ആട്ടോ. 3 നൈറ്റ് ചുങ്കടി നൈറ്റിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോഡ് 524, കോഡ് 563, കോഡ് 514. അപ്പൊ നമ്മള് ഇതുപോലെ നൈറ്റുകൾ റെഡിയാക്കി വെക്കുമ്പോൾ അതിന് കോഡ് കൂടി ആഡ് ചെയ്തിട്ടാണ് കാറ്റലോഗിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ കോഡ് കാർട്ടിലേക്ക് ഇട്ടിട്ട് ഒന്നെങ്കിൽ എനിക്ക് സെൻഡ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഡ് എനിക്ക് പറഞ്ഞു തരാം വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ആ രീതിക്ക്. അപ്പൊ 3 നൈറ്റിയാണ്, 2 മെറൂൺ 2 ആഷ് മെറൂണും 1 ബ്ലൂ കളർ നൈറ്റിയാണ്. ചുമടി നൈറ്റി അടിപൊളിയാണ്. ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നല്ല സുഖമാണ് ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ. നമുക്ക് തണുപ്പത്തും ചൂടത്തും ഒക്കെ ഇടാൻ പറ്റുന്ന സൂപ്പർ നൈറ്റികളാണ്. അപ്പൊ ഇത് ഞാൻ ഇനി പാക്ക് ചെയ്തിട്ടോ. അപ്പൊ ഇപ്പൊ 11:15 ഇത്രയും നേരം എടുത്ത് പാക്ക് ചെയ്യാന് ലേറ്റ് ആയി പോയി. എന്നിട്ട് വേഗം പാക്ക് ചെയ്തിട്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഷൂട്ടും കൂടി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എനിവേ പാക്കിങ് കഴിഞ്ഞു, കൊടുത്തു വിട്ടു. അപ്പൊ സമാധാനമായി. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനിയിപ്പോ കുക്കിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ അതിനുള്ള എനർജി കിട്ടണം. അപ്പൊ വേറെ ഒന്നുമില്ല, നമ്മുടെ ഹിപ്പി നൂഡിൽസ് തന്നെ ശരണം. വേഗം ഒരു നൂഡിൽസ് ഉണ്ടാക്കാം, അത് കഴിക്കാം. പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. വെറും തക്കാളി സോസ് മാത്രം ഇട്ടിട്ട് പിന്നെ 2-3 നട്ട്സ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കും. വെജിറ്റബിളോ എഗ്ഗോ ഒന്നും ചേർക്കാതെ. എന്നിട്ട് പ്ലെയിൻ ആയിട്ട് അത് കഴിച്ചിട്ട് ചൂടുവെള്ളവും കുടിച്ചിട്ട് വേഗം നമുക്ക് നൂഡിൽസ് വേഗം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ട്, അതായത് നട്ട്സ് ഇടും, പിന്നെ കുറച്ച് തക്കാളി സോസ്. വിശന്ന് വരുമ്പോൾ തക്കാളി സോസ് എല്ലാം ഉറച്ചിരിക്കുന്നു. കുച്ചിലൂപ്പി ആയതുകൊണ്ട് ഞെക്കി പൊഴിപ്പിച്ച് ഒന്നും ഇടാനും പറ്റത്തില്ല. എനിവേ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ എപ്പോഴും ഈ ഒലിവുങ്കായ മേടിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒലിവുങ്കായും കൂടി ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചു. വെന്ത് കഴിഞ്ഞു. നല്ല ടേസ്റ്റ്, നല്ല മണം.
ആക്ച്വലി ഇത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളതാണ്. യൂട്യൂബിലൊക്കെ ഇതിന്റെ വീഡിയോ കണ്ടാൽ നമുക്ക് പിന്നെ എന്താ പറയാ പട്ടി പോലും കഞ്ഞി കുടിക്കൂല, അതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇതിന്റെ കിടക്കണം, ഇതിന്റെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ. എന്നാലും ഇതുപോലത്തെ എമർജൻസി സിറ്റുവേഷനിൽ വിശക്കുമ്പോൾ എന്ത് ചെയ്യും, അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി തിന്നുന്നുള്ള. അശ്വിൻ ഇതിന് അഡിക്റ്റ് ആട്ടോ, അതുകൊണ്ട് കുറെ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടാവും. ഞാനിത് വളരെ വളരെ അപൂർവമായിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ. എനിവേ എടുത്തു വെച്ചപ്പോൾ നല്ല സ്മെല്ലൊക്കെ കേട്ടോ. എന്തായാലും അവരതിനകത്ത് എന്തൊക്കെയൊക്കെ ചേർക്കുന്നുണ്ടാവും, അജിനോമോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവും. എനിവേ അത് എടുത്തിട്ട് നമുക്ക് പുറത്ത് വരുന്ന പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നട്ട്സും അതുപോലെ ഒലിവിന്റെ കായും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി സോസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തിന്നു, അതും തിന്നു. വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായി. എൻജോയ് ചെയ്ത് അവിടെ വന്നിരുന്ന് തിന്നാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. നമുക്ക് ഒത്തിരി ജോലികൾ ബാക്കി കിടപ്പുണ്ട്. പ്ലസ് എനിക്ക് വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യണം, അതൊരു ടെൻഷനാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാ എന്താ പറയാ നമ്മുടെ ഡ്രസ്സൊക്കെ അങ്ങ് പൊക്കി കുത്തി പിന്നെ അങ്ങനെ വേഗം ചെയ്താൽ മതി. ഇതങ്ങനെയല്ല, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമയം അതിനും കൂടി പോകും. ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ക്യാമറ റെഡിയാക്കി വെക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പോകും. എന്തായാലും അടുത്ത് നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ ചൈനീസ് ചിക്കനും ഉള്ള പ്രിപ്പറേഷൻ ആദ്യം ഞാൻ എല്ലാം റെഡിയാക്കി വെക്കും. അതായത് തേങ്ങയൊക്കെ ചിരകി പാലൊക്കെ പിഴിഞ്ഞ് എടുത്ത് വെക്കും, അതുപോലെ വേവിക്കാനുള്ളതെല്ലാം വേവിച്ച് വെക്കും. അങ്ങനെ എല്ലാ സെറ്റപ്പും ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഫൈനൽ കുക്കിംഗ് അങ്ങനെയാണ് കേട്ടോ. അരിയുന്ന കൂട്ടത്തിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു സാധനം ഇന്ന് വേറെ എക്സ്ട്രാ കുക്ക് ചെയ്യാൻ, ഇപ്പൊ കറികളൊക്കെ ആണെങ്കിൽ 3-4 കറികൾ കുക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ അതിനുള്ള ഉള്ളികൾ, സവാള അതെല്ലാം ഞാൻ ഒന്നിച്ചരിഞ്ഞ് എല്ലാം ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞാണ് ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേയും കൂടി ഈസിയാണ്. ഇതിപ്പോ തേങ്ങയെല്ലാം പിഴിഞ്ഞ് പാലൊക്കെ ആക്കി വെക്കണം. അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങാപ്പാലിലാട്ടോ ഉണ്ടാക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് അങ്ങനെ ആ രീതിക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കണം. എപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അങ്ങനെ അതാണ് എൻ്റെ ഒരു പോളിസി കുക്ക് ചെയ്യുമ്പം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒപ്പിച്ച് കുക്കിംഗ് ആട്ടോ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ. പിന്നെ ഒരു പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ ചോറും കറികളും വെക്കുവാണെങ്കിൽ തന്നെ ചോറ് എല്ലാ ദിവസവും വെക്കും. പക്ഷെ കറികൾ ഞാനൊരു 3 ദിവസത്തേനൊക്കെയുള്ള കറികൾ 3-4 ടൈപ്പ് കറികൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ എല്ലാ നേരം എല്ലാ കറിയും എടുക്കില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ച് കറികൾ മാത്രം എടുക്കും. അങ്ങനെ ആകുമ്പോൾ ഒരു 4 ദിവസത്തേനും 3 ദിവസത്തേനൊക്കെയുള്ള ഞാൻ ഒന്നിച്ച് കുക്ക് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ജോലികളും കൊറിയർ പാക്കിംഗ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതാ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഈന്തപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ ഉള്ള ഫ്രൂട്ട്സുകൾ ബാക്കി വെജിറ്റബിൾ ഇത്രയും ഞാൻ സാധാരണ എടുക്കുക. ബ്രോക്കോളി മസ്റ്റ് ആട്ടോ. ബ്രോക്കോളി ആണ് പിന്നെ കോളിഫ്ലവറിന് വരെ ഞാൻ എടുക്കുക കേട്ടോ. ക്യാപ്സിക്കം, ബീൻസ്, ക്യാബേജ്, സവാള, ബീട്രൂട്ട് ക്യാരറ്റ്, ഇത്രയും സാധനങ്ങളാണ് യൂഷ്വലി എടുക്കുന്നത്. പിന്നെ പുതിന ഇലയും വേണം. അത്രയാണ് നമുക്ക് വെജിറ്റബിൾ ആവശ്യമുള്ളൂ. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കണം നിങ്ങൾക്ക് ചേർക്കാം, ഓക്കെ. അങ്ങനെ അപ്പൊ ഇതെല്ലാം നമ്മൾ അരി വെള്ളത്തിലിട്ടു. 4 ഗ്ലാസ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പിന്നെ ഗ്രീൻ പീസ് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. അതിൽ കൂടുതൽ വേവിച്ചാൽ അത് ഡിസ്റ്റേസ്റ്റ് ആയി പോകും. പിന്നെ ബദാം ഇന്നലെ വെള്ളത്തിലിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സോട്ട് ചെയ്തെടുക്കണം നെയ്യില്. ഇനി നമുക്ക് സവാള അരിഞ്ഞിട്ട് ആദ്യം ബിരിയാണിക്കൊക്കെ നമ്മൾ സവാള ഫ്രൈ ആക്കി എടുക്കത്തില്ല, അതേപോലെ ഫ്രൈ ആക്കാൻ വെക്കണം. ആ ഗ്യാപ്പിൽ ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാം അരിയാം. പിന്നെ ഫ്രൂട്ട്സ് ഉള്ളതും അരിഞ്ഞെടുക്കൂട്ടോ. ഞാൻ ഫ്രൂട്ട്സും കൂടി ഇടും ലാസ്റ്റ്. തേങ്ങ ഓൾറെഡി നമ്മൾ പാലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഇപ്പം വെജിറ്റബിൾ അരിഞ്ഞെടുക്കുക, ഉള്ളി കൂടെ ഫ്രൈ ചെയ്യാൻ വെക്കുക. അത്രേ ഉള്ളൂ കാര്യം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ബത്തേരി അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഉണങ്ങിയ തേങ്ങ മേടിച്ചിട്ട് വരും. അത് കൊപ്രയാക്കിയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ തന്നെ പോയി അനിയത്തി കൊച്ചിന്റെ മില്ലിൽ ആട്ടിയെടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് വെളിച്ചെണ്ണ. അതുകൊണ്ട് തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മൾ അതുകൊണ്ട് എന്ത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സേഫ് ആണ്. മറ്റു ഓയിലുകളിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഒട്ടും സേഫ് അല്ല. വെളിച്ചെണ്ണയാണെങ്കിലും മായം ചേരാതെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതാണ് കൂട്ടുകാരെ ഏറ്റവും സേഫ്. പണ്ട് ഞാൻ സെയിലുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമല്ല. അത്രയും നമുക്ക് ഉണങ്ങിയ തേങ്ങ നമുക്ക് കിട്ടാനില്ല. പ്ലസ് നമുക്കത് ബുദ്ധിമുട്ടാണ് ഇപ്പം തേങ്ങ കിട്ടാനില്ലാത്തതുകൊണ്ട്, കൊപ്ര കിട്ടാനില്ലാത്തതുകൊണ്ട്. അപ്പൊ വീണ്ടും അത് കിട്ടി തുടങ്ങുമ്പോൾ മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ തരാം. അപ്പൊ ഇത് നമ്മള് ബാക്കിയുള്ള വെജിറ്റബിൾ ഒക്കെ അരിയുന്ന കൂട്ടത്തിൽ തന്നെ സവാള ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വെച്ചാൽ അത് അതിന്റെ ഇടയ്ക്ക് ആയിക്കോളും. അങ്ങനെയാണ് വെളിച്ചെണ്ണയിലാണ് ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിന്റെ കൂടെ വെതറാം. അധികം ഉപ്പ് ഇടരുത്. കാരണം നമ്മൾ സോയാ സോസും ബാക്കി സോസുകളൊക്കെ ചേർക്കാനുള്ളത് കൊണ്ട് ഉപ്പ് കൂടി പോകാതിരിക്കാൻ ആദ്യമല്ലേ ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മാത്രം ഇടുക. എന്നിട്ട് നമ്മളത് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിന്റെ കൂടെ തന്നെ നിൽക്കണം. കരിഞ്ഞു പോകാതെ. ഉള്ളി കരിഞ്ഞു പോയാൽ ഭയങ്കര ഡിസ്റ്റേസ്റ്റ് ആയിരിക്കും. ൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർത്ത് കിട്ടാൻ പറ്റും. അപ്പൊ സവാള നന്നായിട്ട് മുരിച്ച് ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ കൂടെ തന്നെ നിൽക്കണം. ഒട്ടും കരിഞ്ഞു പോകരുത്. ഈ ഗോൾഡൻ കളറിൽ തന്നെ നമ്മൾ പിന്നെ വറുത്ത് കോരി എടുക്കണം. എന്നാലേ അതിന്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഈ വീട് മുഴുവൻ ഒരു ബിരിയാണിയുടെയോ എന്തൊക്കെയോ നല്ല സ്മെല്ലാവും. അയൽവക്കത്തോട്ടൊക്കെ നല്ല സ്മെല്ല് പോകും. ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു രീതിയിൽ ചെരിച്ച് കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇത് ക്യാപ്സിക്കം ആണ് കേട്ടോ. പച്ച ക്യാപ്സിക്കം കിട്ടിയില്ല. അപ്പോൾ ബാക്കി ചുമപ്പും മഞ്ഞയാണ്. പച്ചയും കൂടി എടുത്താണ്ട് നല്ലതാണ്. ഒന്നോടെ നമ്മുടെ ഫ്രൈഡ് റൈസ്
കളർഫുൾ ആവും. ഇത് ക്യാബേജ്, പിന്നെ ഉള്ളത് പിന്നെ ബീൻസ്, പിന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞു വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ബ്രോക്കോളിയാണ് എടുക്കുന്നത്. ഇത്രയാണ് വെജിറ്റബിൾ സാധാരണ എടുക്കുന്നത്. പിന്നെ കുറച്ച് സവാള നമുക്ക് പൊടിപൊടിയായിട്ട് അരിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത്രയും സംഗതിയാണ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത്. അതല്ല, ഇനിയിപ്പം നമുക്ക് സവാളയും അതുപോലെ തന്നെ ബ്രോക്കോളിയും കൂടി നമുക്ക് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സുകളെല്ലാം അരിഞ്ഞു വെക്കണം. ഫ്രൂട്ട്സ് നമ്മൾ ഡയറക്റ്റ് അന്നേരം ചേർക്കത്തില്ല, ലാസ്റ്റ് നമ്മൾ കഴിക്കാൻ നേരത്തെ മാത്രം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെയാണ്. അരി ഓൾറെഡി ഇപ്പോൾ അരമണിക്കൂറൊക്കെ ആയല്ലോ, കുതിർന്നിരിപ്പുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഓൾറെഡി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത്രയും സംഗതി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന സംഗതി ഇനി നേരെ നമുക്ക് ചോറ് വേവിക്കാൻ വെക്കുക എന്നുള്ളതാണ്. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ രീതിയിലാണ് നമ്മൾ അളന്നെടുക്കുന്നത്. 4 ഗ്ലാസ് അരിയാകുമ്പോൾ ഞാനൊരു 6 ഗ്ലാസ് വെള്ളം. അപ്പൊ ആദ്യം തേങ്ങാപ്പാൽ ആദ്യം അളക്കും, അതിന്റെ ബാലൻസ് വേണമെങ്കിൽ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കുള്ളൂ. അതിലേക്ക് ഏലക്കായും ഗ്രാമ്പൂ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. എന്നിട്ട് ഉപ്പും കൂടി ചേർക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വേവിക്കാൻ വെക്കാം. അപ്പൊ ശരിക്കും ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് അലാം വെച്ചാൽ മതി. 25 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെക്കും. അപ്പൊ 25 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് വെന്ത് ഒട്ടും വെള്ളം ഊറ്റി കളയേണ്ടാത്ത പാകത്തിൽ കറക്റ്റ് വെന്തായിട്ട് ഇരിക്കും. അങ്ങനെയാണ്. അപ്പം ആ ഒരു ഗ്യാപ്പിലേക്ക് അത് അരി അവിടെ വെന്തോട്ടെ. ഇപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതായത് പൊടിപൊടിയായിട്ട് ഞാൻ ഇത് അരിഞ്ഞെടുക്കും. സവാളയും അതുപോലെ ബ്രോക്കോളിയും കൂടി അരിഞ്ഞെടുക്കും. അങ്ങനെയാണ്. ഈ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ജോലികൾ, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ്. അപ്പൊ അത് ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മുട്ട, 6 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് അരിക്ക്. അതിലേക്ക് പിന്നെ കുരുമുളക് എല്ലാവരും ചേർക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പൊ ഞാൻ കാശ്മീരി ചില്ലി ചേർക്കും, ഉപ്പ് ചേർക്കും. അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും കണ്ടോ ഓൾറെഡി എല്ലാം വെന്ത് പാകമായിട്ട് നമ്മുടെ തേങ്ങ പാലില് വെന്ത ചോറാണ്, ഫ്രൈഡ് റൈസിന്റെ അരിയാണ്. ഇത് തന്നെ തിന്നാൻ നമുക്ക് തോന്നും, അത്രയും ടേസ്റ്റ് ആണ്. ഉപ്പ് നോക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ വാരി തിന്നും, അത്രയും ടേസ്റ്റ് ആണ്. അതങ്ങനെ. ഇനി നമുക്ക് വെളിച്ചെണ്ണ, അതായത് നമ്മുടെ ഉള്ളി വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്തേക്കണേ. അതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് വെറും 2 മിനിറ്റ് വേവിക്കാവുള്ളൂ. തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഡിസ്റ്റേസ്റ്റ് ആയി പോകും. അങ്ങനെയാണ്. എന്നിട്ട് അതാ ബാക്കിയുള്ള ഇതെല്ലാം ഈ പച്ച കളർ മാറാതെ തന്നെ നമുക്ക് അതിൽ വറുത്തെടുക്കാൻ പറ്റും. വെളിച്ചെണ്ണയും ഈ ഒരു ഗീയും കൂടി ആകുമ്പോൾ കേട്ടോ. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒക്കെ വെച്ച് ഇട്ടാൽ മതി. ഇടയ്ക്കൊന്ന് കടിച്ചു നോക്കുമ്പോൾ അറിയാം പച്ച ചുവ മാറിയിട്ടുണ്ടാവും, എന്നാൽ പച്ച കളറോട്ട് മാറുകയില്ല. അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കട്ടെ. എല്ലാം ഒരു 2 മിനിറ്റ് അത്രയൊക്കെ ആവശ്യമുള്ളൂ. അതിലെ ബീൻസ് മാത്രം ഒരു 3 മിനിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അതിനകത്തിട്ട്. പിന്നെ ഇതൊന്നിച്ചിടാം കേട്ടോ, ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സംഗതികളെല്ലാം കൂടി, അത് ക്യാപ്സിക്കും ബാക്കി എന്തെങ്കിലും വെജിറ്റബിൾ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒന്നിച്ച്. എന്നുവെച്ചാൽ അതിനൊന്നും വേവില്ല, ഇതൊക്കെ പച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണല്ലോ, അതുകൊണ്ട് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം ഈ നെയ്യിലും വെളിച്ചെണ്ണയിലും ആകുമ്പോൾ നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കൂട്ടുകാരെ. അതിൽ കുറച്ച് എണ്ണ ബാലൻസ് തെളിഞ്ഞ് വന്നോളൂ കേട്ടോ നമ്മളിത് കോരി കഴിയുമ്പോൾ. അങ്ങനെയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ആ പാത്രത്തിലേക്ക് കോരി എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക്, അതായത് നമ്മൾ ബിരിയാണി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നട്ട്സ് മുന്തിരി അങ്ങനെയല്ലേ വറുക്കുക. ഇതങ്ങനെയല്ല, ഇത് റിവേഴ്സ് ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് ആണ് നമ്മൾ മുന്തിരി അതുപോലെ തന്നെ നട്ട്സ് വറുക്കുക. ഇത് കഴുകിയിട്ടേ വറുക്കാവുള്ളൂ കേട്ടോ. കാരണം ഇതിനകത്തൊക്കെ ഇവര് പ്രിസർവ് ചെയ്യാൻ ഒരു പൊടി ചേർക്കും. അപ്പൊ ആ പൊടി കഴുകി കളഞ്ഞാൽ നമ്മൾ നാക്കൊക്കെ ഇങ്ങനെ ഒരു ബേക്കിംഗ് സോഡ തിന്ന പോലെ ഒരുമാതിരി ഒരുമാതിരി ചൊറിച്ചിൽ പോലെ വരും. അതുകൊണ്ട് അതെല്ലാം കഴുകിയെടുക്കണം. എന്നിട്ട് ഇനി നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കോരി മാറ്റിയായിരുന്നു കേട്ടോ. ബാക്കി ഇനി നമ്മൾ പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ബ്രോക്കോളിയും കൂടി നന്നായിട്ട് അതിലിട്ടൊന്ന് വഴട്ടെ. ഇത് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ആവി കറിയാൽ മതി. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അത്രേന്റെ ആവശ്യമൊക്കെ ഉള്ളൂ കേട്ടോ. അതിലേക്കാണ് നമ്മൾ മുട്ട നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ മുട്ടയും കൂടി ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇച്ചിരി കുരുമുളക് ചേർക്കാം. കുരുമുളകാണ് ഇതിന്റെ മെയിൻ ആയിട്ട്, അറിയാലോ ഫ്രൈഡ് റൈസിൽ നമ്മൾ ചേർക്കേണ്ടത്. അത് നിങ്ങൾക്ക് എരിവനുസരിച്ച്, ഇനി നമ്മൾ സോസ് ഒക്കെ ചേർക്കാനുണ്ട്, അതുകൊണ്ട് എരിവനുസരിച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. ഈ ബ്രോക്കോളി വേവിക്കുമ്പോഴാണ് ഞാൻ കുരുമുളക് ചേർക്കുന്നത്. അതുവരെ എല്ലാം വറുത്ത് കോരി വെക്കത്തേ ഉള്ളൂ, ബാക്കി വെജിറ്റബിൾ എല്ലാം. അപ്പൊ ഇതിലേക്ക് നന്നായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മുട്ട കൊത്തി ഒഴിച്ചത് ഇടുക. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് പിന്നെ പൊടിയാവുന്ന, ആദ്യം കുറച്ച് നിങ്ങൾ ഓർക്കോ അയ്യോ ഇതെന്താ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നത്, ഇത് വേവത്തില്ല, ഇത് അങ്ങനെയല്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൽ വെള്ളം എല്ലാം പറ്റി മുട്ട അതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കും. അപ്പൊ മുട്ട വലിയ വലിയ പീസായിട്ട് കിടക്കത്തുമില്ല. എന്നാൽ ഈ കോളിഫ്ലവറല്ല നമ്മുടെ ബ്രോക്കോളിക്ക് ഭയങ്കര രുചി കൂടുകയും ചെയ്യും. അങ്ങനെയാണ്. ഈ ബ്രോക്കോളി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ സ്ഥലത്ത് കോളിഫ്ലവർ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ.
അപ്പൊ അങ്ങനെ എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് ആ മുട്ടേന്റെ ടേസ്റ്റും കൂടി അതിലായി. എന്നാൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് നമ്മുടെ വെജിറ്റബിൾ എല്ലാം റെഡിയായി കിട്ടി. ഇനി നമുക്ക് ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇടും. ഇതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി സോസുകളെല്ലാം ചേർക്കാന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, കുറച്ച് വിനാഗിരി ഒഴിക്കാം, വിനാഗിരി ഇല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിയണമെങ്കിൽ നാരങ്ങ പിഴിയാം. പിന്നെ അതിന്റെ കൂടെ നമ്മൾ സോസുകളാണ് ചേർക്കുന്നത്. ചില്ലി സോസും തക്കാളി സോസും സോയാ സോസും ആണ് ചേർക്കേണ്ടത്. ഞാൻ ഇതിൽ തക്കാളി സോസും സോയാ സോസ് ചേർക്കുന്നുള്ളൂ. കുറച്ച് വിനാഗിരിയും പിന്നെ ചില്ലി സോസ് ഞാൻ ഒഴിവാക്കി, കാരണം ഓൾറെഡി നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട്. പിന്നെ അത്ര എരിവ് എനിക്കത് ആഗ്രഹമില്ല. ചിലവർക്ക് ഫ്രൈഡ് റൈസിന് നല്ല എരിവുള്ളതാണ് ഇഷ്ടം. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചില്ലി സോസും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെയാണ്. ഈ ഒരു സമയത്ത് എല്ലാം മിക്സ് ചെയ്താൽ കുറച്ച് കുരുമുളകും കൂടി ചേർക്കാം. കുരുമുളകാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി ചേർക്കാം. അപ്പൊ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ചെറിയൊരു ഉപ്പിന്റെ പിന്നെ ആവശ്യമുള്ളൂ ആദ്യം നമ്മൾ ചേർക്കുമ്പോൾ, കാരണം സോയാ സോസും ബാക്കിയൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച തേങ്ങാപ്പാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഞാൻ ഇതിലേക്ക് ഇടും. ഓരോ വട്ടം കുഴഞ്ഞു പോവാതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ 2 തവി ഉപയോഗിച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കി പൊക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ നമ്മൾ ഇളക്കി എടുക്കുകയാണെങ്കിൽ ഇത് ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അടിപൊളിയായിട്ട് നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്, ഒരു രക്ഷയില്ലാത്ത രുചിയിൽ. ഭയങ്കര ഹെൽത്തി ആയിട്ടാണ്. വെളിച്ചെണ്ണയാണ്, ഗീയാണ്, പിന്നെ നമ്മൾ ഒത്തിരി വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഇപ്പൊ ഉപ്പ് നോക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് കുറേയും കൂടി വരുത്തിന്നു കേട്ടോ. അങ്ങനെയാണ്, അത്രയും രുചിയാണ്, ഒരേ രക്ഷയില്ലാത്ത രുചിയാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലിലാണ് അരി വേവിച്ചത്. പ്ലസ് നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്, എല്ലാം സോട്ട് ചെയ്തിട്ടു, കുരുമുളക്, മുട്ട, ബ്രോക്കോളി എല്ലാം കൂടി ആകുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല. ഭയങ്കര നല്ല രുചിയാണ്. ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഉള്ള വെജിറ്റബിൾ ഒക്കെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. എന്നിട്ട് ഇനി മല്ലിച്ചപ്പും കൂടി ഇടാനുണ്ട്. പ്ലസ് നമ്മുടെ പിന്നെ ഉള്ളി വറുത്ത് വെച്ചതും കൂടി ഇടാനുണ്ട്. അത് ഞാൻ വിളമ്പാൻ നേരത്തെ ഇടുള്ളൂ കേട്ടോ. വൈകുന്നേരം നമുക്ക് കഴിക്കാൻ നേരത്തെ കാണിച്ചു തരാം. ഇതിങ്ങനെ എടുത്തു വെക്കും. ഇതിപ്പോ ഒരു 3 ദിവസത്തേന് നമുക്കുണ്ട്. തണുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കും. ഇനി നമ്മൾ കഴിക്കാൻ നേരത്താണ് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും അതുപോലെ നമ്മൾ ഉള്ളി വറുത്ത് വെച്ചതിനും കൂടി ഇടും. റെഡിയാക്കി വെച്ചതിനകത്തോട്ട് ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഒക്കെ കളർ മാറിപ്പോയി രസമില്ലാതെയാവും. അപ്പൊ അത് നമ്മൾ കഴിക്കാൻ നേരത്താണ് ഇടുക. മല്ലിച്ചപ്പും പിന്നെ ഉള്ളി വറുത്ത് വെച്ചേക്കുന്നതും ഫ്രൂട്ട്സും കൂടി ഇടും. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാ, നല്ല ടേസ്റ്റാ. വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അജിനോമോട്ടോ ഒരു തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റിലേക്ക് വരും. നമ്മളത് ചേർക്കുന്നില്ല, എൻ്റെ അടുത്തില്ലതാനും ഞാൻ ചേർക്കാറില്ല. പ്ലസ് എന്നാലും നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ. ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കുക അല്ലേ, നല്ല വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഹെൽത്തിന് പറ്റുന്ന വിധത്തിൽ നന്നായിട്ട് ഉണ്ടാക്കുക അല്ലേ. അങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇനി നമുക്ക് പിന്നെ ചൈനീസ് ചിക്കനും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ട്. അതെല്ലാം കഴുകി ഒരു ചായയും വെച്ചിട്ട് കുടിച്ചിട്ട് നമുക്ക് ചൈനീസ് ചിക്കനിലേക്ക് പോകാം. കാരണം ബാറ്ററി തീർന്നു. അപ്പൊ ബാറ്ററിയും കൂടി ചാർജ് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ചായയും കുടിച്ചിട്ട് ഇതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് വരാട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചൈനീസ് ചിക്കൻ, അത് അടിപൊളിയാണ്, അതും കൂടി ചെയ്യാം നമുക്ക്. ഏതൊക്കെ ഫ്രൂട്ട്സ് ഇങ്ങനെ എടുത്തുണ്ടോ അതെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ അരിയുക. പിന്നെ മാതള നാരങ്ങ നല്ലതാണ് കേട്ടോ എപ്പോഴും. പിന്നെ മല്ലിച്ചപ്പും പിന്നെ എല്ലാം കഴിച്ച് കഴിയുമ്പോൾ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ പൈനാപ്പിളും കൂടി. അപ്പൊ സോയാ സോസ് ഇട്ടു, അതുപോലെ കോൺഫ്ലോർ, പിന്നെ കുരുമുളക് പൊടി, ഇത്രയാണ് ചേർന്ന്. കോൺഫ്ലോർ കുറച്ചുകൂടെ വേണം. പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ മസ്റ്റായിട്ട് വേണ്ടത്, അത് അത്രയും. പിന്നെ നമുക്ക് ഈ സവാളയും ഈ ഒരു തക്കാളിയും നേരത്തെ ചോപ്പറിലിട്ട പോലെ തന്നെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. മറ്റതെല്ലാം ഒന്ന് കുഴച്ചെടുത്ത് വെക്കുക. ഉപ്പ് വളരെ കുറവ് ചേർത്താൽ മതി, കാരണം സോയാ സോസ് ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ കുറച്ചും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചു. അതാണ് നമ്മുടെ ചൈനീസ് ചിക്കൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ സവാളയും തക്കാളിയും ഇതിൽ നന്നായിട്ടൊന്ന് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ, അത് രണ്ടും സെയിം ആണ്. ഞാൻ പിന്നെ ഈ ചോപ്പറിലിട്ടിട്ട് അങ്ങ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കും. കുറച്ച് ഇങ്ങനെ എന്താ പറയാ, കടിക്കാൻ പാകത്തിന് അത് വെന്ത് കഴിഞ്ഞാലും അതിനകത്ത് കിടന്നോളും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതി നിങ്ങൾ. അപ്പൊ നമ്മുടെ എല്ലാ പ്രിപ്പറേഷൻ കഴിഞ്ഞു. വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ വറുത്ത് കോരുന്നത് ചിക്കൻ. ആ പരട്ടി വെച്ച ചിക്കൻ അപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആവുമല്ലോ. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് വറുത്ത് കോരുക. അപ്പം ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ, ചൈനീസ് ചിക്കൻ കറിയല്ലേ. അപ്പൊ അങ്ങനെ അപ്പം അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരുക. 2 സെറ്റായിട്ട് ഞാൻ ഉരുളിയിൽ വറുത്ത് കോരിയത് കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ഇത് ഈ ഒരു സോയാ സോസുകളൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വറുത്ത് കിട്ടുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെയാവും, ഒത്തിരി സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. അത്യാവശ്യം ഒരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്
ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ കുറച്ച് വെളിച്ചെണ്ണ എക്സ്ട്രാ ഉള്ളത് ഞാൻ പിന്നെ റിമൂവ് ചെയ്യും കേട്ടോ, അത് കളയും കേട്ടോ. പിന്നെ അത് റിപ്പീറ്റ് കുക്കിങ്ങിനൊന്നും ഞാൻ എടുക്കത്തില്ല. ഇഞ്ചി വെളുത്തുള്ളി വളരെ കുറച്ച് മാത്രം മതി, ഒന്നിച്ച് പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചാൽ അല്ല അരച്ചത് എന്ത് വേണേൽ ചേർക്കാം, അതിലേക്ക് ഇടുക. അതിനുശേഷം നമുക്കിനി ബാക്കിയുള്ള നമ്മൾ അരച്ചു വെച്ച തക്കാളിയും അതുപോലെ സവാളയും ഇല്ലെങ്കിൽ ഇതുപോലെ പൊടിയായി കൊത്തിയരിഞ്ഞ് ഏത് രീതിയിലാണോ നമ്മൾ ചെയ്ത ആ രീതിയിൽ അതിടുക. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഈ ഒരു സവാളയും തക്കാളിയും വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് നമ്മൾ നന്നായിട്ട് അതിന്റെ പച്ചച്ചവ പോകുന്ന വരെ നന്നായിട്ട് അതിൽ കിടന്നൊന്ന് വേവണം. അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിൽ തന്നെ അതിൽ തന്നെ ഊറി വരുന്ന വെള്ളത്തിൽ അത് വെന്തോളും. പക്ഷെ കുറച്ച് സമയം കൊടുക്കണം. ഓരോ ഫുഡും നമ്മൾ കുറച്ച് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റ് കൂടുതലായിരിക്കും. അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യുക. അപ്പൊ അത് ഇരുന്ന് തന്നെ ഒന്ന് വെന്തോട്ടെ. അതിനുശേഷമാണ് ബാക്കിയുള്ള മസാലകളെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. മസാല എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് മസാല. ഒരുത്തം വന്ന് ആദ്യം കുറേ നട്ട്സ് എടുത്തു തന്നു, പിന്നെ മുന്തിരി എടുത്തു തന്നു, ആദ്യമൊക്കെ ക്ഷമിച്ചു, പിന്നെ വഴക്ക് പറഞ്ഞു. അപ്പൊ അവൻ ചിക്കനെ പിടിച്ചു. ഇത് കണ്ടോ, ഇത് കുറച്ച് നേരം സമയം എടുത്ത് ഒരു 10-15 മിനിറ്റോളം ഇപ്പൊ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് അതില് നന്നായിട്ട് യോജിച്ചോളൂ. ഇനി അതിലേക്ക് ബാക്കിയുള്ള കുരുമുളക് അതുപോലെ സോയാ സോസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സോസുകളൊക്കെ ചേർക്കാം. ചില്ലി സോസ് വേണമെങ്കിൽ ഇടാം. ഇത് നമ്മുടെ തന്നെ ഗരം മസാലയാണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. ഗരം മസാല നിങ്ങൾ വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ കാശ്മീരി ചില്ലി, അങ്ങനെയാണ്. എൻ്റെ ഇന്ന് ഗരം മസാല മേടിക്കുകയാണെങ്കിൽ അതിലെല്ലാം സംഗതി ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇച്ചിരി വെള്ളോടെ ഒഴിച്ചു അതൊന്നോടെ ഒന്ന് ആ മസാലേന്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മറിക്കോട്ടെ. അത് ഇതിനകത്ത് കുരുമുളകും എല്ലാം കൂടി വരുമ്പോൾ അതിന് പ്രത്യേക ലുക്കും അതുപോലെ തന്നെ ഒരു മണവുമാണ് വരിക കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതൊന്ന് ആ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഒന്നും പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. അതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു, ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം കൂടി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഇരുന്ന് ഒന്ന് എന്താ പറയാ എല്ലാം കൂടി ഒന്ന് പദം വരണം, വെന്തൊന്ന് പദം വരണം. അതിന് വേണ്ടിയിട്ട് ആ മസാല എല്ലാത്തിലേക്ക് പിടിച്ചിട്ട് അതാ ഫൈനലായിട്ടോ. ഇനി ഇത് ഇരുന്നൊന്ന് കുറുകി ഒന്ന് റെഡി ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മസാല എല്ലാം കൂടി അതിലേക്ക് പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി വേണം തോന്നുകയാണെങ്കിൽ തക്കാളി സോസ് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചില്ലി സോസ് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. എരിവ് കൂടണം തോന്നിയാൽ, അല്ലെ കുരുമുളക് നോക്കിയിട്ട് കൂട്ടി ചേർക്കണം. എരിവ് ഇച്ചിരി വേണം തോന്നിയാൽ ആ രീതിക്ക് ഏത് മസാല വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര എരിവ് ഇഷ്ടമില്ല. അങ്ങനെ അതാ ഫൈനലായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ കഴിച്ചു. ചൈനീസ് ചിക്കനും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൂട്ടുകാർ. ഭയങ്കര വെറൈറ്റി രുചിയാണ് കേട്ടോ ചൈനീസ് ചിക്കൻ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ. അങ്ങനെയാണ്. അപ്പം അശ്വൻ കൊച്ചിന്റെ അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തു വെച്ചു. അവര് 5 പേരുണ്ട് കേട്ടോ അവരുടെ വീട്ടിൽ. അപ്പൊ അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് എടുത്തു വെച്ചു, നമുക്ക് പകുതി എടുത്തു വെച്ചു. അങ്ങനെയാണ്. അപ്പം ഫ്രൂട്ട്സ് എല്ലാം ഞാൻ അവർക്ക് ഇട്ടിട്ട് കൊടുത്തു വിട്ടു. അത് സെപ്പറേറ്റ് ആക്കണ്ടല്ലോ, അവരിപ്പോ തന്നെ കഴിക്കുമായിരിക്കും. അങ്ങനെ ഡിന്നറിന്റെ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ അത് അവന്റെ അടുത്ത് കൊടുത്തു വിട്ടു. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്, തൊട്ടയൽവക്കാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടു. ഇനിയിപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പൊ തിരിച്ച് അവൻ ആ മൂടിയ പാത്രം കൊണ്ടുവന്നപ്പോ അതിനകത്ത് നല്ല രുചിയുള്ള പഴവും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അശ്വൻ കൊച്ചിന്റെ അച്ഛമ്മ, അതായത് എന്റെ എക്സ് അമ്മായിയമ്മ. ഇപ്പോഴും എന്നെ ഒത്തിരി കെയർ ചെയ്യുന്നു. ഒരുപാട് നല്ലൊരു മമ്മിയാണ് കേട്ടോ. അങ്ങനെ അപ്പൊ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ചക്കപ്പഴം കുറെ അവിടെ ഇരുന്ന് തന്നെ തിന്നു. അങ്ങനെയാണ്. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും കൊടുത്തു വിടും ഓരോരോ സാധനങ്ങൾ. ചിലപ്പോൾ തോരൻ വെച്ചായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഫുഡായിരിക്കും, അങ്ങനെ എല്ലാം കൊടുത്തു വിടും. അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ കൊടുത്തു വിടും. സ്പെഷ്യലൊക്കെ ഉണ്ടാകുമ്പോൾ എസ്പെഷ്യലി. അങ്ങനെ രാത്രിയായപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും കൂടി ഞാൻ അതിന്റെ മുകളിലിട്ടു. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു ഒരുപാട് കഴിക്കരുത്, നീ ഒത്തിരി കഴിക്കുന്നത്. അപ്പൊ അവൻ പറയും ഇത്രയും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കരുതെന്ന് പറയുന്ന ഭയങ്കര ക്രൂരതയല്ലേ എന്ന്. അപ്പൊ എല്ലാം റെഡിയാക്കി നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് കാണാം കേട്ടോ. ആ ടി വി വെച്ചേക്കുവാണ്.